Hello, welcome back to our class. Now, chapter 4, second degree equation. രണ്ടാം കൃതി സമവാക്യങ്ങൾ അതാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ. അപ്പോൾ രണ്ടാം കൃതി സമവാക്യങ്ങൾ പറയുമ്പോൾ എന്താണ് ഈ രണ്ടാം കൃതി അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി? വാട്ട് അബൌട്ട് ഫസ്റ്റ് ഡിഗ്രി? വാട്ട് ഈസ് ഇക്വേഷൻ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് നമ്മുടെ ചാപ്റ്റർ. വാട്ട് മീൻ ബൈ ഇക്വേഷൻ? സമവാക്യം എന്ന് പറഞ്ഞാൽ എന്താ? സമവാക്യങ്ങൾക്ക് ഒരു സമചിഹ്നം ഉണ്ടായിരുന്നു. ഞാനൊരു എക്സാമ്പിൾ എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ എഴുതുമ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനും ഒക്കെ എഴുതുമ്പോൾ ഇക്വേഷനിൽ ഒരു ഈക്വൽ സൈൻ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഒക്കെ പഠിച്ച സമയത്ത് തന്നെ ഇക്വേഷനുകളുമായിട്ട് ബന്ധപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇക്വേഷനിൽ ഓൾറെഡി ഒരു ഈക്വൽ സൈൻ ഉണ്ടാവും, അതേപോലെ വാരിയബിൾസും ഉണ്ടാവും. വാരിയബിൾസ് ചരം. ഒരു എക്സാമ്പിൾ നോക്കാം. x plus 2 equal to 4 is an equation. ഇതിൽ ഒരു ഈക്വൽ സൈൻ ഉണ്ട്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് ടേംസ് ഉണ്ട്. ഇവിടെ ഒരു സിംഗിൾ ടേം ഉണ്ട്. ഇത് 4 ആണ്. ഒരു വാരിയബിൾ എക്സ് അതിനോട് 2 ആഡ് ചെയ്തു ഈക്വൽ ടു 4. ഇറ്റ് ഇസ് എൻ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ ഇതിന്റെ ഡിഗ്രി നമ്മൾ എങ്ങനെ കാണും? അപ്പൊ ഏതൊരു ഇക്വേഷന്റെയും ഡിഗ്രി മെഷേഴ്സ് കണക്കാക്കുന്നത് ആ വാരിയബിളിന്റെ എക്സ്പോണൻസ് കൃത്യംഗം എത്രയെന്ന് നോക്കിയിട്ടാണ്. അപ്പൊ ഈ എക്സ്പോണൻസ് നമ്മൾ എങ്ങനെ കാണുന്നതാ? ഇവിടെ വാരിയബിൾ എക്സ് ആണ്. ഈ എക്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഇവിടെയാണ് കൃതി എഴുതുക. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ലെങ്കിൽ അതിനർത്ഥം എന്താ? ഒന്ന് ഉണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു ആക്ച്വലി എക്സ് റേസ് ടു 1. ഇതിൽ കൂടുതലുള്ളതാണ് നമ്മൾ സാധാരണ എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, എക്സ് റേസ് ടു 4. ഇതൊക്കെ ഈ വാരിയബിൾസിന്റെ എക്സ്പോണൻസ് ആണ്, കൃത്യംഗങ്ങൾ. അപ്പൊ ഈ കാണുന്നതിന്റെ എക്സ്പോണന്റ് 1 ആണ്, കൃത്യംഗം. രണ്ടാമത്തതിന്റെ എക്സ്പോണന്റ് 2 ആണ്. തേർഡ് വൺ 3, 4. ഇങ്ങനെയാണ് അതിന്റെ കൃത്യംഗങ്ങൾ അല്ലെങ്കിൽ എക്സ്പോണൻസ് എഴുതുന്നത്. ഈ ഇക്വേഷനിൽ ഏറ്റവും വലിയ എക്സ്പോണന്റ് ഏതാണ്? അതിനെയാണ് ആ ഇക്വേഷന്റെ ഡിഗ്രി മെഷർ എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ ഇതിൽ ഈ ഇക്വേഷനിൽ വാരിയബിൾ എക്സ് ആണ്. അതിന്റെ കൃത്യംഗം അല്ലെങ്കിൽ എക്സ്പോണന്റ് ആയിട്ട് വരുന്നത് 1 ആണ്. ഒന്നുമില്ലെങ്കിലും നമ്മൾ അവിടെ ഒന്നുണ്ട് എന്ന് പറയും. അതിൽ കൂടുതലുള്ളതാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇക്വേഷനെയാണ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ഇപ്പോ വേറൊരു എക്സാമ്പിൾ, എക്സ് സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 8. വേറൊരു ഇക്വേഷൻ. ഇതിലും ലെഫ്റ്റ് സൈഡിൽ 2 ടേം, റൈറ്റ് സൈഡിൽ 1 ടേം ആണ്. ഇതിൽ എക്സിന്റെ കൃത്യംഗം അല്ലെങ്കിൽ എക്സ്പോണന്റ് വരുന്നത് എത്ര? 2 ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് നമുക്ക് പറയാം. ഇനി അതേപോലെ തേർഡ് ഡിഗ്രി ഈ ഇക്വേഷൻ ഞാൻ വേറൊരു ഇക്വേഷൻ കൂടി എഴുതാം. 3 ടേം ഉള്ളത്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 3. ഇതും എന്താണ്? ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇത് മാത്രമേ ഉള്ളൂ. എക്സ് പ്ലസ് 1 ഈക്വൽ ടു 3 മാത്രമാണെങ്കിൽ അത് ഫസ്റ്റ് ഡിഗ്രി ആയി. ഇതും കൂടി ചെയ്യുമ്പോൾ ഏറ്റവും വലിയ കൃത്യംഗം കൃതി ആയിട്ട് വരുന്നത് ഏതാണോ അത് ആ ഇക്വേഷന്റെ ഡിഗ്രി മെഷറായിട്ട് പറയും. അപ്പൊ ഇതിന്റെ ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. വേറെ ഒന്ന് എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഈക്വൽ ടു 6. ഇതൊരു ഇക്വേഷൻ ആണ്. ഇതിന്റെ ഡിഗ്രി എത്രയാണ്? ഇത് തേർഡ് ഡിഗ്രിയാണ്. ഇതിൽ ഏറ്റവും വലിയ ഡിഗ്രി വരുന്നത് ഇവിടെ കൃത്യംഗം എത്രയാണ് അതാണ് അതിന്റെ ഡിഗ്രി മെഷർ. സോ did you get an idea about what is second degree, what is first degree, what is third degree, fifth degree? Okay.
അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇക്വേഷന്റെ ഡിഗ്രി നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഈ ഇക്വേഷനിൽ ഒന്നൊരു വാരിയബിൾ എക്സ്, പിന്നെ ഒരു ടേം, അത് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്നത് 4. ഇങ്ങനെയുള്ള ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ട്. എന്താ സൊല്യൂഷൻ? ഈ എക്സിന് ഏത് വാല്യൂ കൊടുത്താലാണോ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ആ വാല്യൂവിനെയാണ് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് നമ്മൾ പറയും. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ എക്സിന് 1 കൊടുത്താൽ എന്താ കിട്ടുക? 1 + 2 = 4 എന്ന് കിട്ടും. അത് റോങ് ആണ്. എക്സിന് 2 കൊടുത്താലോ 2 + 2 = 4, അത് റൈറ്റ് ആണ്. ആ 2 അല്ലാത്ത ഏത് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും നമുക്കിവിടെ ഈ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യില്ല. വേറെ ഏതെങ്കിലും നമ്പർ കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യും? ഇല്ല. അപ്പൊ എക്സിന്റെ സൊല്യൂഷൻ 2 ആണ്. ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ 2 ആണ്. അതായത് എക്സിന്റെ വാല്യൂ 2 ആവുമ്പോഴാണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ ഇതിങ്ങനെ റാൻഡം ലെവലിൽ കൊടുക്കുന്നതിന് പകരം ഇവിടെ വെച്ച് നമുക്ക് അത് കണ്ടുപിടിക്കാം. x + 2 = 4 ആണെങ്കിൽ x = ഈ +2 റൈറ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ 4 - 2. അല്ലെങ്കിൽ ഇത് ഈക്വലൈസ് ചെയ്ത് എക്സ് മാത്രമാക്കാൻ എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡിലും 2 കുറക്കുക. അപ്പൊ ഇവിടെ 2 കുറക്കുമ്പോൾ ഇത് പോയി, അവിടെ 2 കുറക്കുമ്പോൾ അതാണ് 2 - 2 0, അല്ലെങ്കിൽ 4 - 2. രണ്ട് സൈഡിലും കൊടുക്കുക. അപ്പോഴാണ് ആ വാല്യൂ കിട്ടുന്നത്. That is x = 2. ഇപ്പോഴാണ് ഈ ഇക്വേഷൻ, ഇങ്ങനെയും നമുക്ക് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അതായത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ എക്സിന് കൊടുക്കുന്ന വാല്യൂ എത്രയാണോ അതിനെയാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും ഓരോ ഇക്വേഷനും ഓരോ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ x² + x + 1 = 3 ഒരു ഇക്വേഷനാണ്. ഇത് ഏത് ഇക്വേഷനാണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണല്ലോ. സെക്കൻഡ് ഡിഗ്രി എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിന്റെ ഏറ്റവും വലിയ എക്സ്പോണന്റ് ആയി വരുന്ന എക്സിന്റെ എക്സ്പോണന്റ് 2 ആണ്. പിന്നെയുള്ളതൊക്കെ അതിന്റെ താഴെയാണ്. അപ്പൊ ഏറ്റവും വലുത് ഏതാണ്? അതാണ് ആ ഇക്വേഷന്റെ ഡിഗ്രി. ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഈ എക്സിന് ഏത് വില കൂടെ, എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ ഏത് വില, ഒരേ വില കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും ആ ഇക്വേഷന്റെ സൊല്യൂഷൻ. ഇപ്പൊ ഇതിൽ ഏത് വാല്യൂ കൊടുത്താലാ 3 കിട്ടുക എക്സിന്? നോക്കുക, 1 കൊടുക്കുകയാണെങ്കിലോ 1² + 1 പ്ലസ് പിന്നെ അവിടെയുള്ള 1 = 3 എന്നാണ് കിട്ടുന്നത്. ആണോ? 1² 1 × 1 അങ്ങനെയല്ലേ? 2² 2 × 2, 5² 5 × 5. ഇതേപോലെ 1² 1 × 1, that is 1 + 1 + 1 3 എന്നല്ലേ? 3 = 3. അപ്പൊ x = 1 എന്ന് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ ശരിയായി. അപ്പൊ എക്സിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ x² + x + 1 = 3 ഈസ് 1. വേറെ ഏതെങ്കിലും സംഖ്യ കൊടുത്താൽ ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യാം. ഒരു സംഖ്യ കൂടെ കൊടുത്താൽ അതിനെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ആ സംഖ്യ ഏതാണ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ വേണം. അപ്പോൾ ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷന് ഒരു സൊല്യൂഷനും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് 2 സൊല്യൂഷനും ഉണ്ടായിരിക്കും. അത് നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പൊ നമ്മൾ ഒന്നാണെന്ന് സങ്കല്പിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത്തരം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കണ്ടുപിടിച്ച് പ്രാക്ടിക്കൽ സൈഡാണ് നമ്മളിനി ഈ പ്രോബ്ലംസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇതിൽ തുടക്കത്തിൽ തന്നെ 2-3 പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അവിടെ നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അത് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. നമ്മൾ ആദ്യത്തെ ഒരു പ്രോബ്ലത്തിലേക്ക് അസൈൻമെന്റ് ആക്ടിവിറ്റി പാർട്ടിൽ തന്നിട്ടുള്ള ഒരു പ്രോബ്ലം വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
when each side of a square was reduced by 2 meters, the area become 49 square meter. What was the length of side of original square? നമുക്ക് ഒരു സ്ക്വയർ വെച്ചിട്ട് തുടങ്ങാം. സ്ക്വയർ എന്താണെന്ന് അറിയാലോ, 4 equal sides ഉള്ള ഒരു റെക്ടാംഗിൾ ആണ് സ്ക്വയർ. Question: when each side of a square was reduced by 2, നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയർ. ഇതാണ് ഒറിജിനൽ സ്ക്വയർ. അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമ്മൾ സാധാരണ അറിയാത്ത സംഗതികൾക്കൊക്കെ നമ്മൾ വാരിയബിൾ വെച്ചിട്ടാണ് ചെയ്യുക, അല്ലേ? റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? സയന്റിസ്റ്റ് ലാബിൽ നിന്ന് ഒരു അറിയാത്ത റേസ് ഇങ്ങനെ പോകുമ്പോഴാണ് അതിന് എക്സ് റേ എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പം ഇതേപോലെ അറിയാത്ത സംഗതികൾക്ക് നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യും. ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താ? ഇതിൻ്റെ സൈഡ് ലെങ്ത് ആണ്. ഒറിജിനൽ സ്ക്വയർ ആണ് ഇത്. അത് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ആ കണ്ടീഷനിലേക്ക് പോകാം. എന്താ കണ്ടീഷൻ? ഈച്ച് സൈഡ് ഓഫ് സ്ക്വയർ, ഇതിന്റെ സൈഡ് എന്താണ്? എക്സ്. 4 ഈക്വൽ ആയിരിക്കും. ഈച്ച് സൈഡ് ഓഫ് സ്ക്വയർ ഈസ് റെഡ്യൂസ്ഡ് ബൈ 2 മീറ്റർ. ഇതിന്റെ സൈഡ് റെഡ്യൂസ് ചെയ്തു, കുറച്ചു. ഇപ്പോൾ ഒരു സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ നീളം 2 മീറ്റർ കുറച്ചപ്പോൾ ഏരിയ ബിക്കം, പരപ്പളവ് 49 ചതുരശ്ര മീറ്റർ ആയി എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് എത്രയാണ്? അപ്പോൾ ഈ സൈഡ് ഓഫ് സ്ക്വയർ ഈസ് റെഡ്യൂസ്ഡ് ബൈ 2 മീറ്റർ. ഒരു സൈഡ് എത്രയാണ്? എക്സ് ആണ്. റെഡ്യൂസ്ഡ് ബൈ 2 മീറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 2 മീറ്റർ കുറക്കുക. 2 മീറ്റർ കുറച്ചു. അപ്പോ the area becomes 49 meter square. പരപ്പളവ് 49 മീറ്റർ സ്ക്വയർ ആയി മാറി. അപ്പൊ ഇങ്ങനെ കുറച്ചപ്പം ഇതിന്റെ പരപ്പളവ് എത്രയായത്? 49 മീറ്റർ സ്ക്വയർ. അപ്പൊ സൈഡിന്റെ ലെങ്ത് 2 മീറ്റർ കുറച്ചു. അതാണ് x-2. അപ്പൊ പരപ്പളവ് ഇങ്ങനെയായിട്ട് മാറി. പരപ്പളവ് ഒരു സൈഡ് കിട്ടിയാൽ പരപ്പളവ് കിട്ടില്ലല്ലോ. ഒരു സൈഡ് ലെങ്ത് x-2 ആണെങ്കിൽ മറ്റേ സൈഡും തന്നെ x-2. ഓരോ 2 മീറ്റർ വീതം കുറച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ x-2 ഒരു സൈഡ്, ഇത് നേരത്തെ ഉള്ളതിന് കുറച്ചപ്പോഴുള്ളത് കേട്ടോ. x-2 ഇവിടെ ഇവിടെ എഴുതാൻ പാടില്ല. ഇത് ഒറിജിനൽ സ്ക്വയർ. കുറച്ചപ്പോഴുള്ള സ്ക്വയർ, അതായത് x-2, ഇവിടെയും x-2. അപ്പൊ ഇതിന്റെ പരപ്പളവ് ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സൈഡ് ഇൻറ്റു സൈഡ്, സൈഡ് സ്ക്വയർ. x-2 whole square become 49. Okay, x-2 whole square equal to 49. അപ്പൊ അങ്ങനെ വരുമ്പം ഇതിൽ നിന്നും എക്സിന്റെ വില കണ്ടുപിടിച്ചാൽ മതി. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെയുള്ള ഒറിജിനൽ സ്ക്വയറിന്റെ ലെങ്ത്, അതാണ് ചോദ്യം. അപ്പൊ x-2 whole square equal to 49. ഇതിൽ നിന്ന് നമുക്ക് കാണാമല്ലോ ഒരു വാല്യൂവിന്റെ സ്ക്വയർ 49 ആണെങ്കിൽ ആ വാല്യൂ എന്തെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് 49. അപ്പൊ x-2 whole square equal to 49. Then x-2 equal to root of 49. Square root of 49. ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ് 49? അതായത് അതിന്റെ സ്ക്വയർ റൂട്ട്. സോ ഈക്വൽ ടു 7. ആൻസർ ആയോ? ഇല്ല. നമ്മളെന്താ കാണേണ്ടത്? എക്സ് ആണ് ഇവിടെ ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത്. x-2 equal to 7. Then x equal to x-2 equal to 7 എങ്കിൽ x equal to 7. ഇത് അപ്പുറത്തേക്ക് ചാടിയാൽ -2 + 2 that is equal to 9.
സെന്റിമീറ്റർ. സോറി, മീറ്റർ. മീറ്ററിലാണ് നമ്മുടെ വാല്യൂസ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് മീറ്റർ. അപ്പം ലെങ്ത് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 മീറ്റർ. ക്ലിയർ അല്ലേ? ചോദ്യം മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഓക്കെ, അടുത്തത് നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗ്രൗണ്ട് ഹാസ് 2 meter വൈഡ് പാത്ത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊരു റഫ് ഫിഗർ വരച്ചു വെക്കുന്നത് നല്ലത്. എ സ്ക്വയർ ഗ്രൗണ്ട്, സ്ക്വയർ ആണ് വേണ്ടി ഒരു സ്ക്വയർ ഗ്രൗണ്ട് ഹാസ് 2 meter വൈഡ് പാത്ത്. അപ്പൊ അതിന്റെ വൈഡ് പാത്ത് 2 meter വൈഡ് ഉള്ള പാത്ത് ഉണ്ട് ചുറ്റും, all around it. The total area of the ground and path is 1225 square meter. 1225 square meter or meter square. അതിന്റെ ടോട്ടൽ ഏരിയ. What is the area of the ground alone? അപ്പൊ എവിടെ ഗ്രൗണ്ട്? ഇതാണ് ഗ്രൗണ്ട്. ഇതിന് എന്ത് കണ്ടുപിടിക്കണം? ഏരിയ. ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് കിട്ടിയാൽ മതി? ഒരു സൈഡ് ലെങ്ത് കിട്ടിയാൽ മതി. അപ്പോൾ സൈഡ് ലെങ്ത് കണ്ടുപിടിക്കലാണ് നമ്മുടെ പണി. അപ്പൊ അതിന് അറിയാത്ത സൈഡ് ലെങ്തിനെ നമ്മൾ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഇത്രയും ഭാഗം എക്സ്. ഓക്കെ, അപ്പോ ചോദ്യം ഒന്നുകൂടെ പറയാം. സമചതുരാകൃതിയായ മൈതാനത്തിന് ചുറ്റും 2 meter വീതിയിൽ പാതയാണ്. പാതയും മൈതാനവും ഉൾക്കൊള്ളുന്ന ഗ്രൗണ്ടിന്റെ ആ ഏരിയ 1225 മീറ്റർ സ്ക്വയർ എങ്കിൽ മൈതാനത്തിന്റെ പരപ്പളവ് എന്ത് ചെയ്യുന്നതാണ്? അപ്പോൾ മൈതാനമാണ് ഈ കള്ളിയിട്ടത്, അതിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതിൽ നിന്നും എക്സിന്റെ വില കണ്ടുപിടിക്കുമ്പോഴാണ്, എക്സ് ആണല്ലോ ഈ മൈതാനത്തിന്റെ ഒരു വശത്തിന്റെ നീളം. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ വീതി? നമ്മളിവിടെ കാണിച്ചു. വീതി തന്നിട്ടുള്ളത് 2 meter. ഇവിടെ 2 എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം 2, ഇവിടെയോ 2 അല്ലേ? അപ്പൊ ഇങ്ങോട്ടോ ഇവിടെയും അതേപോലെ വീതി 2 തന്നെ ഉണ്ടാവും. 4 ഭാഗത്തും 2 meter വീതം വീതി. അപ്പൊ ഈ ആകെയുള്ള ഇതും ചതുരാകൃതി, സമചതുരാകൃതിയാണുള്ളത്. സോറി. അപ്പോ ഇതിന്റെ നീളം നമുക്ക് ഇവിടെ കാണാം. ടോട്ടൽ ലെങ്ത് എത്രയാ? എക്സ് പ്ലസ് 2 പ്ലസ് 2 എത്രയായി? 4. എന്തിനാ? അത് കാണുന്നത് അതിന്റെ ഏരിയ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ആകെയുള്ള പാത ഉൾപ്പെടെയുള്ള വശത്തിന്റെ മൈതാനത്തിന്റെ ഏരിയ. അപ്പൊ ഇതിന്റെ ഈ ഭാഗവും തന്നെയായിരിക്കും എക്സ് പ്ലസ് 4. അപ്പോ ആകെയുള്ള പരപ്പളവ് നമ്മൾ ആ 2 വശങ്ങളും വെച്ച് കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 4 അല്ലെങ്കിൽ എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ. അതാണ് ആകെയുള്ള പരപ്പളവ്. അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 1225. ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അതേ മെത്തേഡിൽ എക്സ് പ്ലസ് 4ന്റെ വാല്യൂ കാണാം. എക്സ് പ്ലസ് 4 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1225. ദാറ്റ് ഈസ് ഈക്വൽ ടു 1225ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 10 സ്ക്വയർ എത്രയാണ്? 100. 20 സ്ക്വയർ 400. 30 സ്ക്വയർ 900. 40 സ്ക്വയർ 1200. അത് രണ്ടിന്റെ ഇടയ്ക്കാണ്. ഇവിടെ ലാസ്റ്റ് 5 വരുമ്പം എത്രയായിരിക്കും? അപ്പം സ്ക്വയർ റൂട്ടിന് 5 മാത്രമേ വരുള്ളൂ. അങ്ങനെ നോക്കിയിരുന്നാൽ മതി. അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് 35 ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ. അപ്പൊ ഏകദേശം ഇതിന്റെ ഒക്കെ
സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വേണം, മെമ്മറിയിൽ. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് 4 ഈക്വൽ ടു 35, ദെൻ എക്സ് ഈക്വൽ ടു 35 മൈനസ് 4, ദാറ്റ് ഇസ് ഈക്വൽ ടു 31. ഇത് എന്താണ് എക്സ്? ഈ ഗ്രൗണ്ടിന്റെ ഒരു സൈഡിൽ ലെങ്താണ്. Therefore അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതോ, therefore ഏരിയ ഈക്വൽ ടു എക്സ് സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു 31 സ്ക്വയർ. 31 സ്ക്വയർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം എത്രയാ? 1 into 1 1, 1 into 3 3 3 9 1 6 9, that is equal to 961 meter square. ഓക്കെ, മനസ്സിലായില്ലേ പറഞ്ഞത്? ക്ലിയർ അല്ലേ? അപ്പോ ഇതിന് മാത്രം ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് ഓൺലി ഈക്വൽ ടു 961 meter square. Now go to the next question.